നമ്മളുടെ ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് മെയ്ഡിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ മിൽക്ക് മെയ്ഡ് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് വീട്ടിലും ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 കപ്പ് അളവിൽ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു പാനിലേക്ക് മാറ്റാണ്. നമ്മൾ ഏത് പാനിലാണോ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാനിലേക്കാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അതിപ്പോൾ ഗ്യാസിലൊന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് ഞാൻ തട്ടിൽ വെച്ചിട്ട് ചെയ്യുകയാണ്. അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടൊരു 3/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 3/4 കപ്പ് അളവിൽ കൂടെ ഉണ്ടാകും, കാരണം 3/4 കപ്പ് അളവ് തന്നെ അത്യാവശ്യം നല്ല മധുരമുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മളൊരു മധുരമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ചേർക്കുന്ന സാധനങ്ങളല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും മതിയാവും. പിന്നെ ഒരു 1.25 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോറാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. കോൺഫ്ലോർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കുറുക്കിയെടുക്കാനുള്ളത്, അപ്പോൾ വേഗം ഒന്ന് ആ ഒരു ടെക്സ്ചറിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇന്ന് നമ്മളിതിലേക്ക് 1 കപ്പ് അളവിൽ പാലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും പാൽപ്പൊടിയാണ് യൂസ് ചെയ്യണത്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല കൊഴുപ്പുള്ള പാൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പാലും പഞ്ചസാരയും മാത്രം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അതിപ്പോൾ കുറേ നേരം നല്ല ടൈം കൺസ്യൂമിങ് ആണ്. നമ്മൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 20 മിനിറ്റ് കൊണ്ട് തന്നെ കാര്യം കഴിയും. അപ്പോൾ പാല് മാത്രം യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല സമയം എടുക്കും കേട്ടോ. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യണത്, അതുകൊണ്ടാണ് പാൽപ്പൊടിയൊക്കെ യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ഒട്ടും കട്ടയില്ലാണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് ഇതിൽ കിട്ടിക്കോളും, ഒട്ടും കട്ടയൊന്നും ഇല്ലാണ്ട്. കാരണം ഇത് നമ്മളിനി ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കും. അപ്പോൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് ആ കട്ടകളൊന്നും വെന്ത് പോകരുത്, അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഒട്ടും കട്ടകളില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഗ്യാസിൽ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. ഒരുപാട് ഓണിലേക്ക് ആക്കരുത്, കാരണം പാൽപ്പൊടിയൊക്കെ ഉള്ളത് കാരണം പെട്ടെന്ന് ഇങ്ങനെ അടിയിൽ ലെയർ പോലെ പാടെ നന്നായിട്ട് ഇങ്ങനെ വെന്ത് പോവും. അതുകൊണ്ടിട്ടാണ് ഒരുപാട് ചൂട് കൂടരുത്. ആ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ട് പാല് നന്നായിട്ട് ചൂടായി ആ കോൺഫ്ലോറൊക്കെ ഇട്ടേക്കുന്ന നന്നായിട്ട് കുറുകി വരും കേട്ടോ. പിന്നെ നമ്മൾ പഞ്ചസാര പൊടിക്കാതെ ഇട്ടതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റായി ഒന്ന് നന്നായിട്ട് ലൂസാവും. അത് കഴിഞ്ഞ് പിന്നെ പതിയെ അത് തിക്കായിക്കോളും. കോൺഫ്ലോറൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിക്കായി കിട്ടും. അപ്പോൾ പാല് നന്നായിട്ട് ചൂടായി തിളക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരുപാട് നേരം നമ്മളിത് ഈ ചൂടിൽ വെക്കരുത്, ഉടനെ തന്നെ ഗ്യാസിൽ നിന്ന് ഇറക്കി താഴെ വെച്ചേക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിയിൽ ഇങ്ങനെ ഒരു പാട പോലെ വരും. അപ്പോൾ ഒന്ന് കുറച്ച് നേരം ആ ചൂട് നല്ലൊരു ചൂട് മാറണ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ തണുത്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു കറക്റ്റ് മിൽക്ക് മെയ്ഡിൻ്റെ നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന മിൽക്ക് മെയ്ഡിൻ്റെ കറക്റ്റ് ഒരു സ്ട്രക്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാനിപ്പോൾ ഈ പാത്രത്തിലേക്ക് മാറ്റണത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല തിക്കായിട്ടാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ചൂടിൽ നിന്ന് ഇറക്കുമ്പോൾ അത്രയും ഒരു തിക്നെസ് ഉണ്ടാവില്ല, പക്ഷേ തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് തിക്കായിക്കോളൂ കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തെടുത്തപ്പോൾ ഏകദേശം നമ്മൾ ഒരു ചെറിയ ടിന്ന് മേടിക്കില്ല, അങ്ങനെ ഒരു 3.5 ടിന്നോളം ഉണ്ടായിരുന്നു ഞാനിതിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തപ്പോൾ. നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും സ്വീറ്റ് റെസിപ്പീസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ പേജ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.